കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നല്ലേപ്പള്ളി സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികൾ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തെ പാലക്കാട് ജില്ലയിലെ VHP പ്രവർത്തകർ വന്ന് തടയുകയും അത് വിവാദമാവുകയും ചെയ്യുകയുണ്ടായിരുന്നു. അതേസമയം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരക്കിട്ട ക്രിസ്മസ് ആഘോഷത്തിലാണ്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ നരേന്ദ്രമോദി നേരിട്ട് തന്നെ പങ്കെടുക്കുകയും അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തെ നാടകമെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രധാന ബിഷപ്പ്. മോഡിയുടെ ഈ ക്രിസ്മസ് ആഘോഷം നാടകമാണോ എന്നതാണ് ചോദ്യം. ഇൻസൈറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. BJP ഈയിടെയായിട്ട് ക്രിസ്ത്യൻ വിശ്വാസികളെ പ്രീണിപ്പെടുത്താനും അതുപോലെ അവരുടെ വോട്ട് നേടാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. അതിനിടയിലാണ് മോഡി തന്നെ നേരിട്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരുടെ അടുത്തേക്ക് ചെന്ന് അവിടെ ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ ഇത് സംഭവിക്കുന്നു. രാജ്യത്തുടനീളം ഒരേ സമയം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന്, സംഘപരിവാർ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഇരട്ടത്താപ്പ് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതല്ല അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് വെച്ചതാണോ? അല്ല, മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ CBCI എന്തുകൊണ്ട്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് മോഡിയെ വിളിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മൂല്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ആ വിളിക്ക് വലിയ തെറ്റില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മൂല്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം, ഒരു കവിളത്തടിച്ചവന് മറ്റേ കവിൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന സ്നേഹം ഒരു അടിസ്ഥാന മൂല്യമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി കാണുന്നത്. ആ മൂല്യം ഉൾക്കൊള്ളുമ്പോൾ ഏതൊരു എന്താ പറയുക, ഏതൊരാളെയും സ്നേഹിക്കണം എന്നുള്ളൊരു ആശയം ആ സമൂഹത്തിനുണ്ട്, അല്ലെങ്കിൽ ആ മതവിശ്വാസത്തിനുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ക്ഷണിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ മൂല്യം എല്ലാ കാര്യത്തിലും നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. അങ്ങനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ക്ഷണത്തിനൊരു അടിസ്ഥാനമുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിൽ അംഗമായൊരു ബിഷപ്പാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ ആ ജിഹാദ് നടക്കുന്നു, ഈ ജിഹാദ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം നടത്തി തികച്ചും സംഘപരിവാർ എന്ത് വർഗീയ വിദ്വേഷ പ്രചരണമാണോ നടത്തുന്നത് ആ പ്രചരണം ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതുപോലെ സഭാവിശ്വാസികൾക്കിടയിൽ വിചരണം ചെയ്യാനുള്ള കൈപ്പുസ്തകത്തിൽ അപരമതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളുണ്ടായതും വേറൊരു ബിഷപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന അടിസ്ഥാന മൂല്യം നിലനിർത്തിക്കൊണ്ടാണ് ക്ഷണിക്കുന്നതെങ്കിൽ അത് എല്ലാ മുഖങ്ങളിലും അതുണ്ടാവണം. അപ്പോൾ മാത്രമേ ഇതിനൊരു ഇത് ശരിയാണ്, ആ സ്നേഹം എന്ന അടിസ്ഥാന മൂല്യം നിലനിർത്തിക്കൊണ്ടാണ് ക്ഷണിച്ചത് എന്ന് ജനത്തിന് ബോധ്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. ഇവിടെ അങ്ങനെ അല്ല കാര്യങ്ങൾ. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ എന്തുകൊണ്ട് ക്ഷണിക്കുന്നു എന്ന് ചോദിച്ചാൽ, രാജ്യം ഭരിക്കുന്ന ആളാണ്, പ്രധാനമന്ത്രിയാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ആദായനികുതി വകുപ്പ്, അങ്ങനെ തുടങ്ങിയുള്ള പല അന്വേഷണ ഏജൻസികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏത് നിയമവും നിർമ്മിക്കാൻ പാകത്തിൽ കരുത്തുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളാണ്. ഏത് നിയമവും മാറ്റാൻ കഴിയും എന്ന് കരുതുന്ന ഒരാളാണ്. പിന്നെ സംഘപരിവാറിൻ്റെ ഭാഗമായ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതാവാണ്. ആ പരിവാരമാണെങ്കിലും രാജ്യത്തെ ഏത് മതവിഭാഗത്തിൻ്റെയും ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോകാൻ ത്രാണിയുള്ളതാണ്. അവർ വേണമെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ താഴെ ഒരു ഹൈന്ദവ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകാനിടയുള്ളതാണ്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ ആദായനികുതി വകുപ്പിൻ്റെയോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സഭയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പല വിധത്തിൽ കള്ളപ്പര ആരോപണം സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ആദായനികുതി വകുപ്പോ വരാത്തത് എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. സഭയ്ക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും, ഇപ്പോൾ ചില സഭകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്ന വാർത്ത നമുക്കറിയാം. ഇതുപോലെ മറ്റ് സഭാ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല ആശങ്കകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ ആശങ്കകളെ മുൻനിർത്തി ക്ഷണിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിനും സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ CBCI തന്നെ ഓർക്കേണ്ട ഒരു കാര്യം,
കൃത്യം 1 വർഷം അല്ലെങ്കിൽ 1 വർഷം ആവുന്നു. കഴിഞ്ഞ ജനുവരി അവസാനം മുതൽ 2024 ജനുവരി അവസാനം മുതൽ ഫെബ്രുവരി 7-ാം തീയതി വരെ കർണാടകത്തിൽ ചേർന്ന ഇതേ കോൺഫറൻസിൻ്റെ യോഗം രാജ്യത്ത് ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കെതിരെ, ക്രിസ്തുമത വിശ്വാസികളുടെ വീടുകൾക്ക് നേരെ, പള്ളികൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചു വരുന്നു, ഇത് ആശങ്കാജനകമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അനാഥാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, അതുപോലെ ആതുര സേവന സ്ഥാപനങ്ങൾ, ഇതിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം ഇതേ സംഘടന തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പാകത്തിനുള്ളൊരു സാഹചര്യം രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ അതിലെന്ത് മാറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടായത്? അങ്ങനെ മാറ്റം ഉണ്ടാക്കിയതുകൊണ്ടാണോ പ്രധാനമന്ത്രിയെ തങ്ങളുടെ ആഘോഷത്തിന്, ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിക്കാൻ അവർ ആലോചിച്ചത് എന്നൊക്കെ പൊതുസമൂഹത്തിനോട് പറയാവുന്നതേ ഉള്ളൂ അവർക്ക്. പിന്നെ അവർ പറയുന്നത് തങ്ങളുടെ ആശങ്കകളൊക്കെ പ്രധാനമന്ത്രിയെ അറിയിച്ചു എന്നാണ്. അതിപ്പോൾ ആർക്കും പറയാവുന്നൊരു കാര്യമാണ്. ഞങ്ങളെല്ലാ ആശങ്കയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിൽ ആർക്കും പറയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമൊന്നുമില്ല. എന്തൊക്കെ ആശങ്കകളാണ് ഉന്നയിച്ചത്? ഏതൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചു? ക്രിസ്ത്യൻ ന്യൂനപക്ഷം നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ ഉന്നയിച്ചത്? അതോ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ നേരിടുന്ന ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ടോ? ജനാധിപത്യത്തിന് നേരെ നടക്കുന്ന കയ്യേറ്റ ശ്രമം അത് ഉന്നയിച്ചിട്ടുണ്ടോ? ഇതേ കഴിഞ്ഞ 1 വർഷം മുമ്പ് നടന്ന അതേ സമ്മേളനം ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ള ആശങ്ക ഈ സമ്മേളനത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കിയാണോ? ആ ആശങ്ക, ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ആശങ്ക പ്രധാനമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഓപ്പണായി പറയാമല്ലോ. ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയുന്നതിന് തടസ്സമില്ല. ഇതൊന്നും പറയാതിരിക്കെ ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ 2 അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ വലിയ അതിക്രമമാണോ എന്ന് ചോദിച്ചാൽ വലിയ അതിക്രമമല്ല. പക്ഷേ ഒരു പ്രദേശത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ പാകത്തിലുള്ളൊരു പണിയാണ് അവിടെ എടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അത് നല്ലപ്പള്ളിയിലാണെങ്കിലും ചിറ്റൂർ തത്തവങ്കലത്താണെങ്കിലും ഒരേ പണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞ നല്ലേപ്പള്ളി ആണെങ്കിലും തത്തവങ്കലാണെന്നെങ്കിലും നമ്മൾ ഓർക്കണം. അപ്പോൾ അവിടെ ഡെലിബറേറ്റായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമം നടക്കുന്നത്. ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഈ CBCയുടെ പ്രസിഡൻറ്റ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. ഇതേക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നുള്ളത്. അങ്ങനെ കളവ് പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. അത് വേറെയാണ് കാണുന്നത്, ഇത് പ്രധാനമന്ത്രി ക്ഷണിച്ചത് വേറൊരു സംഭവമാണ് എന്ന് പറഞ്ഞു പോകാനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. ഇതൊന്നും ഇല്ലാതിരിക്കെ ഈ ക്ഷണവും അതിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി കാണിക്കുന്ന ഭക്ത്യാദരങ്ങളും ഒരു നാടകമായിട്ട് മാത്രമാണ്. എനിക്ക് ആ ഭക്ത്യാദരം കണ്ടപ്പോൾ, പ്രധാനമന്ത്രിയുടെ ഭക്ത്യാദരം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് വയനാട്ടിൽ അദ്ദേഹം കാണിച്ച ഡ്രാമയുടെ വേറൊരു എക്സ്റ്റൻഷനായിട്ടാണ് എനിക്ക് തോന്നി. യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു നാടകം എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നും അത് തോന്നിയില്ല. ഈ ക്ഷണിച്ചതും ഒരു നാടകം തന്നെയാണ്. പക്ഷേ ക്ഷണിച്ചവർക്ക് ഈ നാടകം നടത്തിയതിന് മറ്റുദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനമന്ത്രിയുടെ ഈ നാടകം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് പോസ്റ്റ് ഇട്ടത്. അവിടെ പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് കത്തിക്കുന്നു. ഇത് ഇന്നലെ നടന്ന പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തിലെ പ്രസംഗത്തിലും വ്യക്തമാണ്. ഈ പ്രസംഗത്തിൽ ശ്രീലങ്കയെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിനിടെ നടന്ന കാറോടിച്ചു കയറ്റിയെ കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ സ്വന്തം നാടായ മണിപ്പൂരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച്, രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഫാദർ സ്റ്റാൻ സ്വാമി അടക്കമുള്ള അനുഭവങ്ങളുണ്ട്. മണിപ്പൂർ UPയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അനുഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി മിണ്ടിയിട്ടുമില്ല. ഇതിനെക്കുറിച്ച് ബിഷപ്പുമാരടക്കമുള്ള, അല്ലെങ്കിൽ CBCയുടെ ആവട്ടെ, മറ്റേതെങ്കിലും പിന്നെ ഈ മതപുരോഹിതന്മാരായ നേതാക്കൾ ഇവർ ബോധവാന്മാരാവണമല്ലോ. അവരെന്തുകൊണ്ടാണ് ഇത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഒരു കൂട്ടായ ശബ്ദം എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഉയരാത്തത്? അതും കൗതുകരമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചില്ല എന്ന് നമ്മൾ പറയാം. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം BJPയുടെ നേതാവായിരിക്കാം, BJP സംഘപരിവാറിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു മതവിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും
അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാകത്തിലുള്ളൊരു ശ്രമം നടക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇടപെടുക, അത് ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഭരണസ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് അദ്ദേഹം ചെയ്യാതിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മണിപ്പൂരിനെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ ഈ രാജ്യത്തെ പാർലമെൻറ്റിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ. എന്നിട്ടാണ് അദ്ദേഹം മണിപ്പൂരിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നത്. അതും 1.5 മണിക്കൂർ, 1 മണിക്കൂറും 40 മിനിറ്റ് നീണ്ട പ്രസംഗത്തിനിടെ 2 തവണ മാത്രമാണ് അദ്ദേഹം മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതേവരെ അദ്ദേഹം ഒരു വർഷത്തിലധികമായി അവിടെ പ്രശ്നം തുടങ്ങിയിട്ട് 200-ലധികം പേര് കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായ കണക്കുണ്ട്. അനൗദ്യോഗികമായ കണക്കുകൾ അതിൽ കൂടുതലാണ്. നശിപ്പിക്കപ്പെട്ട പള്ളികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാണാതായ ആളുകളുടെ എണ്ണം കൂടുതലാണ്. അവിടുന്ന് എന്താ പറയുക, അഭയാർത്ഥികളായി പോയ ആളുകളുടെ എണ്ണം കൂടുതലാണ്. ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയാണ്. 2002 ഈ ഗുജറാത്ത് വംശഹത്യാശ്രമം ഉണ്ടാകുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പേരിനാണെങ്കിലും നിങ്ങൾ രാജ്യധർമ്മം പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് എന്ന് നരേന്ദ്രമോദിയോട് പറയുന്നുണ്ട്. പേരിനാണെങ്കിലും, അത് അവരുടെ പാർട്ടി വേദിയിൽ വെച്ചിട്ടാണെങ്കിലും ഫോർ ദ നെയിം സേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിലുമുണ്ട്. ഇവിടെ ബിരേൻ സിംഗിനോട് നരേന്ദ്രമോദി അതുപോലും പറയുന്നില്ല. നിങ്ങൾ രാജ്യധർമ്മം പാലിക്കണം, അതായത് ക്രമസമാധാന പാലനം എന്നുള്ളത് അവിടുത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, നിങ്ങൾ അതെങ്കിലും പാലിക്കണം എന്ന് ബിരേൻ സിംഗിനോട് മോദി പറയുന്നു പോലുമില്ല. പറഞ്ഞതായിട്ട് നമ്മുടെ മുമ്പിലില്ല. അതിനെക്കുറിച്ച് പോലും ഈ എന്താ പറയുക, സഭാ നേതാക്കൾക്ക് യാതൊരു ഉത്കണ്ഠയും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, മണിപ്പൂരിൽ ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കത് വീണ്ടും ഉയർന്നു പൊങ്ങി ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ആ കൊലയ്ക്ക് ഉത്തരവാദികൾ കുക്കി തീവ്രവാദികളാണ് എന്ന ആക്ഷേപം ഭരണകൂടം ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും ഈ പറയുന്ന ബിഷപ്പുമാരാരും വലിയ തോതിലൊന്നും തയ്യാറായിട്ടില്ല. അതും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. മുനമ്പം ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയുമാണ്. അവിടെ 600-ലധികം കുടുംബങ്ങളെ കുടിയിറക്കാൻ പോകുന്നു എന്ന് വളരെ വേവലാതിയോടുകൂടി പറയുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും, വഖഫ് ഭൂമി ആയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം, സമരം ചെയ്യുകയും ചെയ്യുന്ന ഇതേ പാദ്രിമാർ മണിപ്പൂർ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞായിട്ട് നമ്മുടെ അറിവിലില്ല. അവിടെ കുടിയിറക്കലല്ല, ഒരു വംശത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനോട് വലിയ പ്രശ്നമൊന്നും ഇവർക്കുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ മനുഷ്യരെ കുടിയിറക്കരുത്, അവരെ കുടിയിറക്കാൻ പാടില്ല എന്ന് വഖഫ് ഭൂമിയെ എന്താ പറയുക, വഖഫിന് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുടിയിറക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം അവിടെ ഉണ്ട്. അതായത് ഇവരെ കുടിയിറക്കരുത് എന്ന് വഖഫിന് വേണ്ടി വാദിക്കുന്ന മുസ്ലിം സംഘടനകളെല്ലാം പറയുന്ന ഒരു ആശ്വാസമെങ്കിലും അവിടെ ഉണ്ട്. മണിപ്പൂരിൽ അതില്ല. മണിപ്പൂരിൽ നിരന്തരമായ ആക്രമണങ്ങളും കൊലകളും വീടുകൾ കത്തിക്കലും പള്ളികൾ കത്തിക്കലും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഈ പറയുന്ന ആശങ്കകളോ പ്രശ്നങ്ങളോ ഒന്നും ഇവരെ രേഖപ്പെടുത്തിയായിട്ട് നമ്മുടെ മുമ്പിലില്ല. ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് ഇവർ പറഞ്ഞതായിട്ടും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നാടകത്തിൽ ഞങ്ങളെല്ലാ ആശങ്കകളും പങ്കുവച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടേതായ ന്യായങ്ങളുണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സംഘടനയുടെ രാഷ്ട്രീയ ഫിലോസഫി തന്നെ ക്രിസ്ത്യൻ, മുസ്ലിം, ഇതര മതവിഭാഗങ്ങൾക്ക് എതിരാണ്. ഇവിടെ ഒരൊറ്റ മതം മതി, ആ മതത്തിൻ്റെ നിയമങ്ങൾ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടന പ്രത്യയശാസ്ത്രത്തിൻ്റെ തുടർച്ചയാണ് ആ രാഷ്ട്രീയ സംഘടന. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ന്യായങ്ങളുണ്ടാകും. ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു വിഭാഗം നരേന്ദ്രമോദിയെ ക്ഷണിച്ച് ക്രിസ്മസിനെ ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ അത് അവർ വിശദീകരിക്കേണ്ടി വരും. സ്വന്തം സമൂഹത്തോട് മാത്രമല്ല, ഇതര മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളോടും അവരത് വിശദീകരിക്കേണ്ടി വരും. BJPയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ. അതിനിടയിൽ VHP കൊടുത്ത ഈ പണി ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിലൊക്കെ? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. തൃശ്ശൂരിൽ അവരുടെ ഈ സ്ട്രാറ്റജി വിജയിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ അത് പ്രത്യയശാസ്ത്രപരമായി തന്നെ BJPക്കും RSSനും ഒക്കെ ക്രിസ്ത്യാനിറ്റിയോടുള്ള വിരോധത്തെ ഇവരിലേക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ ഈ ഒരു സംഭവം സഹായിക്കുന്നു കരുതുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ലേപ്പള്ളിയിലും
ചിറ്റൂർ തത്തമംഗലത്തുമൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഒരു ഡിസ്കഷൻ ടോപ്പിക്കായി മുമ്പിലുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാഞ്ഞു പോവുകയും പ്രധാനമന്ത്രിയുടെ ഈ ക്രിസ്മസ് വിരുന്ന് മാത്രം ഓർക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക കേരളത്തെ സംബന്ധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ BJP ശ്രമം തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതേ ശ്രമം മണിപ്പൂരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കേരളത്തിൽ മാത്രമല്ലല്ലോ ക്രിസ്തീയ വിഭാഗമുള്ളൂ, മണിപ്പൂരിലുണ്ടല്ലോ. അവരും ഒരു സൈസബിൾ പോപ്പുലേഷനാണ് അവിടെ. അവിടെ ആ ബന്ധം ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. മണിപ്പൂരിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം 56% മെയ്തേ വിഭാഗങ്ങളാണ്. ആ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിയാൽ തന്നെ അവിടെ ഭരിക്കാം. ഒരുപക്ഷെ അവിടുത്തെ 2 ലോക്സഭാ സീറ്റിലും ജയിക്കാം, ഒരു പക്ഷേ ജയിക്കാം. അല്ലെങ്കിൽ മെയ്തേകളുടെയും നാഗാ വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ടെങ്കിൽ ഈ 2 ലോക്സഭാ സീറ്റും അവിടെ ജയിക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ക്രിസ്ത്യാനികളുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കില്ല. പക്ഷേ കേരളത്തിലെ സിറ്റുവേഷൻ അങ്ങനെയല്ല. കേരളത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹിന്ദു മെജോറിറ്റിയുടെയും ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെയും കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ അധികാരം പിടിക്കാനാവുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ക്രിസ്തീയ ആഘോഷങ്ങൾക്കും സ്നേഹ സന്ദേശം ആയിട്ട് ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിക്കുക എന്നുള്ളൊരു പരിപാടി തുടങ്ങിയിരുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ ക്രിസ്മസിനുണ്ടായിരുന്നു, ഈ ക്രിസ്മസിനുണ്ട്. ഈ ക്രിസ്മസിന് ഇപ്പോൾ കേക്കുമായിട്ട് റെമിജിയോസ് ഇഞ്ചനാനിയൽ എന്ന് പറയുന്ന താമരശ്ശേരി രൂപതാ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കെ സുരേന്ദ്രൻ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനൊരു എഫക്റ്റ് ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞുകൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ റെമിജിയോസ് ഇഞ്ചനാനിയൽ കേരളത്തിലെ വനനിയമ ഭേദഗതിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറയാനായിട്ട് മീഡിയാസിനെ കണ്ടിരുന്നു. അപ്പോൾ പോലും അദ്ദേഹം നല്ലേപ്പള്ളിയിലെയോ ചിറ്റൂർ തത്തമംഗലത്തെയോ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെക്കുറിച്ച് പരാമർശിച്ചതേയില്ല. വനനിയമ ഭേദഗതി കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് അത് രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണല്ലോ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും. അതിനെക്കുറിച്ചൊരു പരാമർശമേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ ഈ യാത്രകൾക്ക് ഒരു ഇമ്പാക്റ്റും ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 സംഭവങ്ങളും വലിയ അധികം വൈകാതെ മറക്കുകയും ഇപ്പുറത്ത് നരേന്ദ്രമോദിയുടെ സന്ദർശനം അത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. വേറൊന്നുകൂടെ നമ്മൾ ഓർക്കണം, ഇപ്പോൾ കേരളത്തിന് പുറത്ത് അത് കർണാടകയിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒക്കെ സഭാവിശ്വാസികൾക്ക് നേരെയോ അല്ലെങ്കിൽ സഭാസ്ഥാപനങ്ങൾക്ക് നേരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അതിൽ ഏറിയും കുറഞ്ഞും മലയാളികളും ഇരകളാക്കപ്പെടുന്നുണ്ട്. കാരണം ഈ സ്ഥാപനങ്ങളിലൊക്കെ മലയാളികളുടെ പ്രസൻസ് ഉണ്ട്. ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും മലയാളികളുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവരും ഈ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുണ്ടായിരിക്കെയാണ് അതിനെക്കുറിച്ചൊന്നും വലിയ വേവലാതി ഇല്ലാതെ നമ്മൾ ഈ ആഘോഷത്തിന് മുതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം വൈകാതെ മറക്കപ്പെടുകയും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യും, നിരന്തരം ഓർക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം തന്നെ BJP ഇത് ക്രിയേറ്റഡാണ്, നല്ലേപ്പള്ളിയിലുണ്ടായത് കൃത്രിമമായി സൃഷ്ടിച്ച പരിപാടിയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വൈകാതെ ക്രിസ്ത്യാനികളിൽ തന്നെ സംഘപരിവാരമായിട്ടുള്ള ക്രിസംഖ്യകൾ ഏറ്റെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രചാരണം അടുത്ത ഘട്ടത്തിലുണ്ടാകും. അതോടുകൂടെ നല്ലേപ്പള്ളിയും ചിറ്റൂർ തത്തമംഗലവും ഒക്കെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നു, അത് ക്രിയേറ്റഡ് ആണെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെയുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ BJPയുടെ ഇപ്പോഴത്തെ ഈ ക്രൈസ്തവ സ്നേഹം ഇത് എത്ര കാലം മുന്നോട്ട് പോകും? കാരണം ഇതൊരു കാപ്പട്യമാണല്ലോ യഥാർത്ഥത്തിൽ. ഓർഗനൈസറിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഒരു ദുരന്താഘോഷമാണെന്ന് അവർ വ്യക്തമായി എഴുതി വെച്ചതാണ്. ഈ സാന്താക്ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ സൃഷ്ടിയാണെന്ന് എഴുതി വെച്ചതാണ്. പ്രത്യയശാസ്ത്രപരമായി തന്നെ ക്രിസ്ത്യൻ വിശ്വാസധാരയെ തന്നെ എതിർക്കുന്ന ഒരു ഐഡിയോളജിയാണ് RSS മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ 4 വോട്ടിന് വേണ്ടിയുള്ള ഇപ്പോഴത്തെ ഈ ഒരു കപട സ്നേഹം ഇത് എത്ര കാലം മുന്നോട്ട് പോകും ഇങ്ങനെയാണെങ്കിൽ? അല്ല, അത് RSS മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്ന ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണിതൊക്കെ. അത് വേണമെങ്കിൽ പൂർണ്ണാധികാരം കയ്യിലേക്ക് വരണം. ഇത് ഭരണഘടന പൂർണ്ണമായും ഭേദഗതി ചെയ്യാൻ, ഭരണഘടനയിൽ ഏത് ഭേദഗതിയും വരുത്താൻ പാകത്തിനുള്ള ഭൂരിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം അധികാരത്തിൽ വരണം. എല്ലാ ഭാഗത്തും
അധികാരത്തിൽ വരാൻ പാകത്തിലേക്ക് വളരണം. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയനിൽ തമിഴ്നാട്, കേരളം, അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടേക്ക് പടരുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയുടെ ബാക്കി തുടർച്ചയാണ് ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ. അത് തുടരും, കുറച്ച് കാലത്തേക്ക് കൂടെ തുടരും. അത് കേരളത്തിലിപ്പോൾ ഉടനെ ഇതിന് ഫലം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ തൃശ്ശൂർ ജയിച്ചത് ഈ ഇക്വേഷൻ്റെ ഒരു ഫലം കൂടിയാണ്. ഓഫ് കോഴ്സ് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത ഘടകമായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇക്വേഷൻ അവിടെ ഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരുടെ സ്ട്രാറ്റജി കുറച്ച് വിജയിച്ചിട്ടുണ്ട്. ക്രിസംഖികളുടെ വളർച്ചയും നമ്മൾ കാണണം. അപ്പോൾ അത് മുസ്ലിം വിദ്വേഷത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ ക്രിസംഖികൾ വളർന്നു വരുന്നത്. സംഘപരിവാർ എങ്ങനെയാണോ വളരുന്നത് അതേ മാനദണ്ഡപ്രകാരം തന്നെയാണ് ക്രിസംഖികളും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ കാലം കൂടെ തുടരും. ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രൽ വിക്ടറിയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മണിപ്പൂരിനെക്കുറിച്ച് വേവലാതിപ്പെടാത്ത ബിഷപ്പുമാർ റബ്ബറിന് 300 രൂപയാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ജയിപ്പിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഇതിനെ എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെയും തുടരുക തന്നെ ചെയ്യും എന്ന് നമ്മൾ കാണണം. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന അവരുടെ ആത്യന്തിക ലക്ഷ്യം നേടാൻ പാകത്തിലേക്കുള്ള പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് ഇലക്ട്രൽ സ്ട്രെങ്ത്ത് അവർ നേടുന്നത് വരെ, അത് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വഭാവം മാറുകയും വിചാരധാരയിൽ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസും മുസ്ലിംസും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ നമ്മളുടെ എന്താ പറയുക ആഭ്യന്തര ശത്രുക്കളാണ് എന്നുള്ള പഴയ തിയറിയിലേക്ക് അവർ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ എന്താ പറയുക വി ആൻഡ് അവർ നേഷൻഹുഡ് എന്ന് പറയുന്ന ഗോൾവാർക്കറുടെ മറ്റൊരു കൃതിയിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തങ്ങളുടെ ഹിന്ദു പാരമ്പര്യം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ പൗരന്മാരായിരിക്കുള്ളൂ എന്ന വ്യവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകാൻ തുടങ്ങുക. ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ പറയുന്ന ഈ CBCIയുടെ ഭാരവാഹികളെക്കുറിച്ചാണ്. അവർക്കിത് മനസ്സിലാകാൻ കുറേ കാലം എടുക്കും. പക്ഷെ ബാക്കിയുള്ള സാമാന്യ ബുദ്ധിയുള്ള ജനാധിപത്യ ബോധമുള്ള സെക്കുലർ ബോധമുള്ള മനുഷ്യന്മാർക്ക് ഇത് വേഗം മനസ്സിലാവും. ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ കാലം എടുക്കും. മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടിപ്പിടുത്തം അതൊരു നാടകം തന്നെയാണ്. അത് ഈ സഭാ മേലധ്യക്ഷന്മാർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാവും നമ്മുടെ ഐക്യത്തിനും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും മതനിരപേക്ഷ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നല്ലത് എന്ന് തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.